ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ ഒരു സത്യത്തെക്കുറിച്ചാണ്. ആ സത്യമാണ്, നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങൾ ദിവസേന ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങളുടെ ആവർത്തനമാണ്, ഈ ചെറിയ തീരുമാനങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഞാൻ ഡാരൻ ഹാർഡിയാണ്. ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് ഈ ഒരൊറ്റ ആശയം മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമാണ്. കോമ്പൗണ്ട് ഇഫക്റ്റ്, സമ്മിശ്രഫലം, ചെറിയ കാര്യങ്ങളുടെ ശക്തി. ഇന്ന് ഞാൻ ആ ശക്തി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ആളുകൾ എങ്ങനെയാണ് അവിശ്വസനീയമായ വിജയം നേടുന്നത് എന്ന്? മറ്റു ചിലർ അതേ കഴിവുകളും അവസരങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന്? ഉത്തരം ലളിതമാണ്. വിജയികൾ അവരുടെ ദൈനംദിന ശീലങ്ങളിൽ ശ്രദ്ധിക്കുന്നു. അവർ ചെറിയ ചെറിയ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു, ദിവസേന, ആഴ്ചതോറും, മാസം തോറും. ഈ ചെറിയ തീരുമാനങ്ങൾ കാലക്രമേണ സമ്മിശ്രമായി ഒരു വലിയ ഫലം സൃഷ്ടിക്കുന്നു. മറുവശത്ത് പരാജയപ്പെടുന്നവർ ചെറിയ ചെറിയ മോശം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്ന് ഞാൻ അല്പം വ്യായാമം ചെയ്യുന്നില്ല, നാളെ ഞാൻ കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കും, അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നവർ കരുതുന്നു. പക്ഷേ ഈ ചെറിയ ചെറിയ തെറ്റായ തീരുമാനങ്ങൾ കാലക്രമേണ സമ്മിശ്രമായി ഒരു വലിയ ദുരന്തം സൃഷ്ടിക്കുന്നു. ഇതാണ് കോമ്പൗണ്ട് ഇഫക്റ്റ്. ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി, പക്ഷേ അവ സ്ഥിരമായി ചെയ്യണം. നമുക്ക് ഒരു ദിവസം 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്നില്ല, 10 മിനിറ്റ് വ്യായാമം ചെയ്താൽ മതി. എന്നാൽ അത് എല്ലാ ദിവസവും ചെയ്യണം. നമുക്കൊരു ദിവസം 100 പേജ് വായിക്കണമെന്നില്ല, 10 പേജ് വായിച്ചാൽ മതി. എന്നാൽ അത് എല്ലാ ദിവസവും ചെയ്യണം. നമുക്കൊരു ദിവസം 1000 രൂപ ലാഭിക്കണമെന്നില്ല, 100 രൂപ ലാഭിച്ചാൽ മതി. എന്നാൽ അത് എല്ലാ ദിവസവും ചെയ്യണം. ഈ ചെറിയ കാര്യങ്ങൾ കാലക്രമേണ വലിയ ഫലങ്ങൾ നൽകും. അതിന് കാലം മാത്രമാണ് വേണ്ടത്, ക്ഷമ മാത്രമാണ് വേണ്ടത്, സ്ഥിരത മാത്രമാണ് വേണ്ടത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ തത്വം പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ സക്സസ് മാഗസിന്റെ പ്രസാധകനായിരുന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എല്ലാ ദിവസവും കുറച്ചുനേരം എഴുതി, ഞാൻ എല്ലാ ദിവസവും കുറച്ചുനേരം വായിച്ചു, ഞാൻ എല്ലാ ദിവസവും കുറച്ചുനേരം ആളുകളുമായി ബന്ധപ്പെട്ടു, ഞാൻ എല്ലാ ദിവസവും കുറച്ചുനേരം എന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഈ ചെറിയ കാര്യങ്ങൾ കാലക്രമേണ ഒരു വലിയ ഫലം സൃഷ്ടിച്ചു. ഞാനൊരു മികച്ച എഴുത്തുകാരനായി, ഞാനൊരു മികച്ച പ്രസാധകനായി, ഞാനൊരു മികച്ച പ്രഭാഷകനായി. ഇതൊന്നും ഒറ്റരാത്രി കൊണ്ട് സംഭവിച്ചതല്ല. ഇത് സംഭവിച്ചത് ദിവസേനയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കും ഈ ചെറിയ കാര്യങ്ങളുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. ഇപ്പോൾ നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കാം. ഓരോ ദിവസവും നമ്മൾ ആയിരക്കണക്കിന് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. എന്ത് കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എന്ത് വായിക്കണം, ആരോട് സംസാരിക്കണം, എന്ത് ചിന്തിക്കണം. ഇവയിൽ മിക്കതും നമ്മൾ ബോധപൂർവം ചെയ്യുന്ന തിരഞ്ഞെടുപ്പുകളല്ല. നമ്മൾ അവ യാന്ത്രികമായി ചെയ്യുന്നു, നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നു. ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ ശീലങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നു. നമ്മൾ നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതം മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ശീലങ്ങളെ മാറ്റണം. നമ്മൾ നമ്മുടെ ദൈനംദിന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ബോധവാന്മാരാകണം. നമ്മൾ ഓരോ തിരഞ്ഞെടുപ്പും ശ്രദ്ധാപൂർവം പരിശോധിക്കണം. ഇത് എന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമാണോ? ഇതെന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇത് നല്ല ശീലമാണോ മോശം ശീലമാണോ? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം പഠിച്ചു. ഓരോ ചെറിയ തിരഞ്ഞെടുപ്പും പ്രധാനമാണ്. ഓരോ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ ഇന്നെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കും. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ആ ഒരു കേക്ക് കഷണം നാളെ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. നിങ്ങൾ ഇന്ന് വായിക്കാത്ത ആ 10 പേജ് നാളെ നിങ്ങളുടെ അറിവിനെ ബാധിക്കും. നിങ്ങൾ ഇന്ന് ലാഭിക്കാത്ത ആ 100 രൂപ നാളെ നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കും. ഒന്നും നിസ്സാരമല്ല, എല്ലാം പ്രധാനമാണ്. അതിനാൽ നിങ്ങളുടെ ഓരോ തിരഞ്ഞെടുപ്പും ശ്രദ്ധാപൂർവം നടത്തുക. നിങ്ങളുടെ ഓരോ തീരുമാനവും ബോധപൂർവം എടുക്കുക. കാരണം ആ തീരുമാനങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ ജീവിതം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ പരിസ്ഥിതി നിങ്ങളുടെ ശീലങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങൾ ആരോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ചുറ്റും കാണുന്നത്? ഇവയെല്ലാം നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നു. നിങ്ങളുടെ ഫ്രിഡ്ജിൽ ജങ്ക് ഫുഡ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ പുകവലിക്കുന്നവരാണെങ്കിൽ നിങ്ങളും പുകവലിച്ചേക്കാം. നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് ആളുകളാണെങ്കിൽ നിങ്ങളും നെഗറ്റീവായി തീരും. അതിനാൽ നിങ്ങളുടെ പരിസ്ഥിതി ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്യുക. നല്ല ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുക. നിങ്ങളുടെ ഫ്രിഡ്ജിൽ ആരോഗ്യകരമായ ഭക്ഷണം നിറയ്ക്കുക. പോസിറ്റീവ് ആളുകളുമായി ചേർന്നിരിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങളും മാഗസിനുകളും നിങ്ങളുടെ മേശപ്പുറത്ത് വയ്ക്കുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യൂ. നിങ്ങളുടെ പരിസ്ഥിതി നിങ്ങളുടെ വിജയത്തിന് അനുകൂലമാകട്ടെ, പ്രതികൂലമാകരുത്.
ഞാൻ എന്റെ ജീവിതത്തിൽ ഈ തത്വം പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ ഒരു ഹോം ജിം സ്ഥാപിച്ചു. അങ്ങനെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വ്യായാമം ചെയ്യാം. ഞാൻ എന്റെ ഓഫീസിൽ ധാരാളം പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നു. അങ്ങനെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാം. ഞാൻ പോസിറ്റീവും വിജയികളുമായ ആളുകളുമായി ബന്ധം പുലർത്തുന്നു. അങ്ങനെ അവരിൽ നിന്ന് പഠിക്കാനും പ്രചോദനം നേടാനും കഴിയും. ഈ ചെറിയ കാര്യങ്ങൾ എന്റെ നല്ല ശീലങ്ങളെ ശക്തിപ്പെടുത്തും. അവ എന്റെ ജീവിതം എളുപ്പമാക്കുന്നു. നിങ്ങളും ഇത് ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ പരിസ്ഥിതി നിങ്ങളുടെ വിജയത്തിന് അനുകൂലമായി രൂപകൽപ്പന ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പുരോഗതി അളക്കാൻ ശ്രമിക്കും. ഞാൻ എത്ര ദൂരമെത്തി, ഞാൻ എത്ര കാര്യങ്ങൾ നേടി, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ പുരോഗതി കാണുന്നില്ല. നമ്മൾ വളരെ സാവധാനത്തിൽ നീങ്ങുന്നതായി തോന്നും. ഇത് സ്വാഭാവികമാണ്. കാരണം കോമ്പൗണ്ട് ഇഫക്റ്റ് പ്രവർത്തിക്കാൻ സമയമെടുക്കും. തുടക്കത്തിൽ നമ്മൾ ഒരു മാറ്റവും കാണില്ല. നമ്മൾ നിരാശരായേക്കാം. നമ്മൾ ഉപേക്ഷിക്കാൻ തോന്നിയേക്കാം. പക്ഷേ ആ നിമിഷത്തിലാണ് നമ്മൾ തുടർന്നും മുന്നോട്ടു പോകേണ്ടത്. കാരണം ഒരു ദിവസം പെട്ടെന്ന് നമ്മളൊരു കുതിച്ചുചാട്ടം കാണും. നമ്മുടെ എല്ലാ ചെറിയ പ്രവർത്തനങ്ങളുടെയും ഫലം ഒരുമിച്ച് പ്രത്യക്ഷപ്പെടും. നമ്മൾ വിജയത്തിന്റെ കൊടുമുടിയിലെത്തും. ഇതാണ് കോമ്പൗണ്ട് ഇഫക്റ്റിന്റെ മാജിക്. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ അനുഭവം പലതവണ കണ്ടിട്ടുണ്ട്. ഞാനൊരു പുസ്തകം എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ചാഴ്ചകൾ ഞാനൊന്നും നേടുന്നില്ല എന്ന് തോന്നും. ഞാൻ വെറുതെ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ആശയങ്ങൾ ഒഴുകാൻ തുടങ്ങും. പുസ്തകം രൂപപ്പെടാൻ തുടങ്ങും. ഞാനൊരു മുന്നേറ്റം കാണും. അതുപോലെ ഞാനൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ കുറച്ചു മാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ ഞാൻ തുടർന്നും പ്രവർത്തിക്കും. ഒരു ദിവസം ബിസിനസ് വളരാൻ തുടങ്ങും. ഉപഭോക്താക്കൾ വരാൻ തുടങ്ങും. ലാഭമുണ്ടാകാൻ തുടങ്ങും. ഇതാണ് കോമ്പൗണ്ട് ഇഫക്റ്റ്. അതിനാൽ നിരാശപ്പെടരുത്, ഉപേക്ഷിക്കരുത്. തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സമയം വരും. നിങ്ങളുടെ കുതിച്ചുചാട്ടം വരും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടോ? അവ എഴുതിവച്ചിട്ടുണ്ടോ? അവ വ്യക്തമാണോ? കാരണം ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം ലക്ഷ്യസ്ഥാനമില്ലാത്ത ഒരു കപ്പൽ പോലെയാണ്. അത് എവിടെയും എത്തിച്ചേരില്ല. അത് കാറ്റിനും തിരക്കുമനുസരിച്ച് ഒഴുകി നടക്കും. നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിശാബോധമുണ്ടാകും. നിങ്ങൾക്ക് പ്രചോദനമുണ്ടാകും. നിങ്ങൾക്ക് എന്തിനുവേണ്ടി പ്രവർത്തിക്കണം എന്നറിയാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കട്ടെ. അവ അതിമനോഹരമായിരിക്കട്ടെ. അവ നിങ്ങളെ ഭയപ്പെടുത്തട്ടെ. കാരണം വലിയ ലക്ഷ്യങ്ങൾ മാത്രമേ വലിയ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകൂ. വലിയ ലക്ഷ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിലെ ഭീമനെ ഉണർത്തൂ. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാനൊരു മികച്ച പ്രസാധകനാകാൻ ആഗ്രഹിച്ചു. ഞാനൊരു മികച്ച എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചു. ഞാനൊരു മികച്ച പ്രഭാഷകനാകാൻ ആഗ്രഹിച്ചു. ഈ ലക്ഷ്യങ്ങൾ എന്നെ ഭയപ്പെടുത്തി. അവ അസാധ്യമെന്ന് തോന്നി. പക്ഷേ അവ എന്നെ പ്രചോദിപ്പിച്ചു. അവ എന്നെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ അവയ്ക്കുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഞാൻ അവ നേടി. നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും. നിങ്ങളും വലിയ ലക്ഷ്യങ്ങൾ വെക്കുക. അവ നേടാൻ കഴിയുമോ എന്ന് ചിന്തിക്കരുത്. അവ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. അതെ എന്നാണ് ഉത്തരമെങ്കിൽ അവയ്ക്കുവേണ്ടി പ്രവർത്തിക്കുക. അവ തീർച്ചയായും നേടും. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരാജയത്തെ ഭയപ്പെടും. പരാജയം ഒരു ഭയാനകമായ കാര്യമാണ്. നമ്മൾ പരാജയപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, പരാജയം ഭയപ്പെടേണ്ട കാര്യമല്ല. പരാജയം ഒരു പാഠമാണ്. പരാജയം ഒരു അനുഭവമാണ്. പരാജയം ഒരു വളർച്ചയാണ്. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് പഠിക്കുന്നു. നിങ്ങൾ അടുത്ത തവണ എങ്ങനെ മെച്ചപ്പെടണം എന്ന് പഠിക്കും. നിങ്ങൾ കൂടുതൽ ശക്തനാകുന്നു. നിങ്ങൾ കൂടുതൽ ജ്ഞാനിയാകുന്നു. പരാജയമില്ലെങ്കിൽ വിജയവുമില്ല. കാരണം വിജയം പരാജയത്തിൽ നിന്നാണ് പിറക്കുന്നത്. ഓരോ വിജയിക്കും പിന്നിൽ എണ്ണമറ്റ പരാജയങ്ങളുണ്ട്. അവർ ആ പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു. അവർ ആ പരാജയങ്ങളെ മറികടന്നു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. അതിനാൽ പരാജയത്തെ ഭയപ്പെടരുത്. പരാജയത്തെ സ്വാഗതം ചെയ്യുക. അതിനെ ആശ്ലേഷിക്കുക. അതിൽ നിന്ന് പഠിക്കുക. അതിനെ മറികടക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ തളർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓരോ തവണയും എഴുന്നേറ്റു. ഞാൻ ഓരോ തവണയും പഠിച്ചു. ഞാൻ ഓരോ തവണയും മുന്നോട്ടുപോയി. ഞാൻ എന്റെ തെറ്റുകളെ എന്റെ ഗുരുക്കന്മാരാക്കി. ഞാൻ എന്റെ പരാജയങ്ങളെ എന്റെ പാഠപുസ്തകങ്ങളാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ പരാജയങ്ങളെ ആശ്ലേഷിക്കണം. നിങ്ങളും അവയിൽ നിന്ന് പഠിക്കണം. നിങ്ങളും അവയെ മറികടക്കണം. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും പുതിയ തിരഞ്ഞെടുപ്പുകൾ നടത്താം. നിങ്ങൾക്ക് ഓരോ ദിവസവും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ചുവട് വെക്കാം. ഈ ചെറിയ ചുവടുകൾ കാലക്രമേണ നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കും. ഈ ചെറിയ തിരഞ്ഞെടുപ്പുകൾ കാലക്രമേണ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിനാൽ ഇന്ന് തന്നെ ആരംഭിക്കുക. ഇപ്പോൾ തന്നെ ആരംഭിക്കുക. ചെറുതായി ആരംഭിക്കുക.
പക്ഷേ ആരംഭിക്കുക, തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ഉപേക്ഷിക്കരുത്. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല. നിങ്ങളുടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. അതിനാൽ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക, ബോധപൂർവം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മൂല്യങ്ങൾക്ക് അനുസൃതമായി തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു മാസ്റ്റർപീസായിത്തീരും. നിങ്ങളുടെ ജീവിതം ഒരു വിജയഗാഥയായിത്തീരും. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിത്തീരും. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യും. നന്ദി.